കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത് കാൻഡിസ്റ്റിക് പാറ്റേൺ ആണ്. ഇനി നമുക്ക് കാണേണ്ടത് ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടെക്നിക്കാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ കണ്ട ട്രെൻഡ് തന്നെ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതിന് ശേഷം ട്രെൻഡ് ലൈൻ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് ചെയ്യാം. വേണ്ട, ഇത് നമ്മൾ നേരത്തെ ഇത് ടെക്നിക്കൽ അനാലിസിന്റെ തുടക്കത്തിൽ ഈ ഡെഫിനേഷൻ കാണിച്ചിരുന്നു. അതായത് മാർക്കറ്റ് ഈസ് മേക്കിംഗ് ഹയർ ഹൈസ് ലോവർ ഹൈസ്, അതായത് അപ് ട്രെൻഡില് ഹയർ ഹൈസ് ഹയർ ലോസ്, ഡൗൺ ട്രെൻഡില് ലോവർ ഹൈസ് ലോവർ ലോസ്, പിന്നെ ഈക്വൽ ഹൈസ് ഈക്വൽ ലോസ് ഇൻ സൈഡ് വൈസ് മൂവ്മെന്റ്. ഇതിന്റെ തന്നെ റിയൽ എക്സാമ്പിൾ ഒന്ന് നമുക്ക് നോക്കാം. വേണ്ട, NCC എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. ഇത് ഈ റീസെന്റ് ആയിട്ട് ടച്ച് ചെയ്ത ഒരു ലോ ആണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പ്രൈസ് ആണ്. ഇവിടെ എക്സ് ആക്സിസിൽ, ഇവിടെ താഴെ ഹൊറിസോണ്ടൽ ആക്സിസിൽ കാണിക്കുന്നത് ടൈം. അപ്പോ ഇത് കണ്ടോ, ഇത് ഒരു 75 ടച്ച് ചെയ്തു. ഡേറ്റ് എന്നാ? ഓഗസ്റ്റ് മിഡിൽ 2017. ഇവിടെ 75 ടച്ച് ചെയ്തു. അപ്പൊ ഇതാണ് ഇപ്പൊ ആ കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈമിലെ ലോവസ്റ്റ് ലോ, അതായത് ലോ പോയിന്റ് ഓഫ് ദാറ്റ് സ്റ്റോക്ക്. അതിനുശേഷം അത് കുറച്ച് സീരീസ് ഓഫ് അപ്സൈഡ് കഴിഞ്ഞിട്ട് ഒരു ഹൈ ടച്ച് ചെയ്തു. ഈ ഹൈ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ചെറിയൊരു കറക്ഷൻ. അപ്പൊ ഈ ഹൈനെ നമ്മൾക്ക് H1 എന്ന് വിളിക്കാം. H1 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 95 into 93, 94 ഒക്കെ ആയിട്ട് വരും. അപ്പൊ ആദ്യത്തത് 75, പിന്നെ 95, അതിനുശേഷം വീണ്ടും 80ലേക്ക് വന്നു. ഇതിന് L2. ഓരോ തവണ വരുന്ന ലോയ്ക്ക് നമ്മൾക്ക് L വെച്ചിട്ട് വെച്ചിട്ട് കൊടുക്കാം. ഇത് H. അപ്പൊ പിന്നെ നെക്സ്റ്റ് ഹൈ, വീണ്ടും നെക്സ്റ്റ് അപ്പ് മൂവിൽ ഇത് മോർ ദാൻ 110, ഏകദേശം 114, 15 വരെയൊക്കെ പോയി വീണ്ടും താഴത്തോട്ട് പറയുമ്പോൾ ഒരു 95. അപ്പൊ ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റീട്രേസ് ചെയ്യും, അത് കമ്മിങ് ബാക്ക്, അതായത് കറക്ഷൻ നടക്കും. ഇതാണ് കറക്ഷൻ എന്ന് പറയുന്നത്. അതായത് 115 അത് സെല്ലേഴ്സ് വന്നിട്ട് സെല്ല് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ്, അപ്പൊ ഇതാണ് റെസിസ്റ്റൻസ് പോയിന്റ്. സെല്ലിംഗ് പോയിന്റ് ആണ് റെസിസ്റ്റൻസ് പോയിന്റ്. ഈ റെസിസ്റ്റൻസ് പോയിന്റ്സിൽ നിന്ന് ഇത് താഴത്തോട്ട് വീണ്ടും 95 വരെ വരും. അപ്പൊ വീണ്ടും ഇവിടെ ബയേഴ്സ് വന്നു, വീണ്ടും ഗോയിങ് ഹയർ. അപ്പൊ ഗോയിങ് ഹയർ ആൻഡ് ഹയർ. അപ്പൊ ഈച്ച് അപ്പ് മൂവില് മേക്കിംഗ് ന്യൂ ഹൈ. ഇതായിരുന്നു ഫസ്റ്റ് ഹൈ, ഇത് സെക്കൻഡ് ഹൈ, ഇത് തേർഡ് ഹൈ. അതുപോലെ തന്നെ ലോയും നോക്കിയേ, ഇതായിരുന്നു ഫസ്റ്റ് ലോ. പിന്നത്തെ ഡൗൺ മൂവില് ഈ ലോ ടച്ച് ചെയ്തിട്ടില്ല. പിന്നത്തെ ഡൗൺ മൂവില് ഈ ലോ ടച്ച് ചെയ്തിട്ടില്ല, 80 ടച്ച് ചെയ്തിട്ടില്ല, 92 വരെ വന്നു. പിന്നത്തെ അപ്പ് മൂവില് ഈ ലോ 115 വരെ വന്നപ്പോൾ. അപ്പൊ മിക്കവാറും കേസിലുണ്ട് ഇതും ഇതും ഏകദേശം ഈക്വൽ ആവാനും ചാൻസ് കൂടുതലാണ്. അതായത് പ്രീവിയസ് ഹൈയും പിന്നെ വരുന്ന ലോയും. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്വാൻസ് ലെവലിൽ നമ്മൾ പഠിക്കും. ഇപ്പൊ വീണ്ടും നമുക്ക് ഈ സ്റ്റോക്ക് എങ്ങോട്ടാ പോകുന്നത് നോക്കാം. വീണ്ടും പുതിയ ഹൈയിലേക്ക് പോയി, അപ്പോഴൊന്നും ഈ പുതിയ ലോയിലേക്ക് വരുന്നില്ല. ഈ കേസില് ഇവിടെ ഈ ലോയിലേക്ക് വന്നു. L4ഉം L5ഉം വന്നപ്പോ L4നേക്കാളും താഴത്തോട്ട് വന്നു. അപ്പൊ ഇവിടെ മേക്കിംഗ് ലോവർ ലോസ്. അപ്പൊ L5 ഈസ് ലോവർ ദാൻ L4. ലോവർ ലോസും മേക്ക് ചെയ്തു, പക്ഷെ അപ്പോഴും ലോവർ ഹൈസ് ഉണ്ടായിട്ടില്ല. ഇവിടെ കണ്ട, ഇവിടെ H4 ആയിരുന്നു. ഈ ഡൗൺ മൂവില് ഈ ലോയും ഈക്വൽ അല്ലെങ്കിൽ ഇതിനേക്കാളും താഴെ പോയി. ആ സമയം വീണ്ടും സ്റ്റോക്ക് വീണ്ടും ഹൈ പോയി. അപ്പൊ നമ്മൾക്ക് ഒരു അപ് ട്രെൻഡിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്. അപ്പോ അല്ലെങ്കിൽ ലോ ട്രെൻഡിനാണെങ്കിൽ, ഡൗൺ ട്രെൻഡിനാണെങ്കിൽ ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. അപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇതിൽ കണ്ടോ, ലോവർ ലോസ് സാറ്റിസ്ഫൈ ചെയ്തു, പക്ഷെ ഹയർ ഹൈസ് തന്നെ പോയി, ലോവർ ഹൈസ് ആയില്ല. അപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയെങ്കിൽ മാത്രമേ അത് ഡൗൺ ട്രെൻഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡ് ആയിരുന്നു. അപ് ട്രെൻഡിന് എന്താ ഡെഫിനേഷൻ? ഹയർ ഹൈസ് ആൻഡ് ഹയർ. പക്ഷെ ഇവിടെ കണ്ടീഷൻ ചെറുതായിട്ട് തെറ്റിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ തെറ്റിച്ചുള്ളൂ. പക്ഷെ വീണ്ടും ആ കണ്ടീഷൻ തന്നെ വീണ്ടും അപ് ട്രെൻഡിന്റെ ഡെഫിനേഷനിലേക്ക് തന്നെ പോയപ്പോ ഇവിടെ വന്ന് പോകണ്ടോ, ഇവിടെ വീണ്ടും ഹയർ ലോസ് ഹയർ ഹൈസ്.
അപ്പൊ നമ്മളുടെ അപ് ട്രെൻഡിന്റെ ഡെഫിനേഷൻ ഹയർ ഹൈസ് ഹയർ ലോസ്. ഈ സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസിന് ശേഷം ആദ്യം തന്നെ എന്ത് സംഭവിച്ചു? ലോവർ ലോസ് ആയിട്ട് വന്നു. L7 ഈസ് ലോവർ ദാൻ L6. അപ്പോഴും ഈ ഹയർ ഹൈസ് തെറ്റിച്ചിട്ടില്ല. കാരണം എന്താ? പിന്നീട് H7 വന്നപ്പോ എന്ത് സംഭവിച്ചു? H7 ഈസ് ലോവർ ദാൻ H6. അപ്പൊ ഇവിടെ L7 ഈസ് ലെസ് ദാൻ L6, ലോവർ ദാൻ L6. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. പിന്നത്തെ അപ് മൂവില് H7 ഈസ് ലോവർ ദാൻ H6, അതായത് ലോവർ ഹൈസ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് എന്ത് സംഭവിച്ചു? ഈ പോയിന്റ് ഇവിടെ നിന്ന് ഈ ഹൈ ടച്ച് ചെയ്ത് ഇവിടെ മൂവ് ചെയ്തപ്പോ തന്നെ എന്ത് സംഭവിച്ചു? ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. അപ്പൊ തന്നെ ആ ഡെഫിനിഷൻ സാറ്റിസ്ഫൈഡ് ആയ ഡെഫിനിഷൻ എന്താ? ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. ഇവിടെ തന്നെ നമുക്ക് ഡൗൺ ട്രെൻഡ് കൺഫേം ആവും. അപ്പൊ അവിടെ നമുക്ക് ഷോർട്ട് ചെയ്യാം. ഷോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് സെൽ ബൈ ലേറ്റർ. അപ്പൊ ഇതാണ് നമ്മൾ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. സ്റ്റോക്ക് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആണ് ഫോം ചെയ്യണമെന്ന് നോക്കിയാൽ അപ് ട്രെൻഡ്, ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ആണെങ്കിൽ ഡൗൺ. ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. ഉണ്ടാവും ഇവിടെ ഡൗൺ ട്രെൻഡ് ആയി, ഇവിടെ അപ് ട്രെൻഡ് ആണെങ്കിൽ ഇവിടെ ഡൗൺ. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ ലോ ബ്രേക്ക് ചെയ്യും. അപ്പൊ വീണ്ടും ഹയർ ഹൈസ് ഹയർ ലോസ് ആണ്. വീണ്ടും ഇവിടെ കണ്ടോ, ഇവിടെ വീണ്ടും ഈ ഹയർ ഹൈസ് ആയി, ഈ പ്രീവിയസ് ഹൈന് ബ്രേക്ക് ചെയ്ത് ഇവിടെ പോയി. അപ്പൊ വീണ്ടും നെക്സ്റ്റ് ലോയില് ചെക്ക് ചെയ്യുക, ഹയർ ലോസും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. എപ്പോഴും ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുക. അതായത് ഒന്നില്ലെങ്കിൽ ലോവർ ഹൈസ് അല്ലെങ്കിൽ ലോവർ ലോസ്, നെക്സ്റ്റ് അപ്പ് മൂവ് അല്ലെങ്കിൽ ഡൗൺ മൂവില് അടുത്ത കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യും. കണ്ടോ, ഇവിടെ പീക്ക് ഓർ ടോപ്പ് ഹൈസ് എന്ത് വേണമെങ്കിൽ പറയും. ഹൈ, പീക്ക്, ടോപ്പ്, അല്ലെങ്കിൽ ബോട്ടം, ലോ, ട്രഫ് എന്നൊക്കെ പറയും. അപ്പൊ ഇത് കണ്ട, ഇത് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്. ഇത് കണ്ട, ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. അതായത് ഈച്ച് ലോ ഈസ് ലോവർ ദാൻ ദ പ്രീവിയസ്. ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്ന സംഭവം. അതായത് ഒരു സീരീസ് ഓഫ് അപ്പിന് ശേഷം ജസ്റ്റ് കറക്ഷൻ സീരീസ് ഉണ്ടാവുന്നു. പിന്നെ ചിലപ്പോൾ അത് കണ്ടിന്യൂസ് താഴത്തോട്ട് പോകും, അതല്ലെങ്കിൽ വീണ്ടും അപ്സൈഡ് പോകും. അതിന് ഒരു ഹെൽത്തി കറക്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ അപ്പ് മൂവ് ആണോ ഡൗൺ മൂവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരു ചില തിയറീസ് വരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യ കാലങ്ങളിൽ നമ്മൾ ബിസിനസ് ആക്ടിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് റെയിൽവേനെയാണ്. അന്ന് നമ്മൾ ഫ്ലൈറ്റിൽ കൂടി എയർ കാർഗോയിൽ കൂടിയല്ല ഇത് സംഭവങ്ങളൊക്കെ അയച്ചിരുന്നത്. ആ സമയത്തും സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന രണ്ട് ആവറേജ് ആണ് ഇന്ന് കാണുന്ന ഡൗ ജോൺസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ആവറേജും, വേറെ ഒന്നാണ് ഡൗ ജോൺസ് ട്രാൻസ്പോർട്ടേഷൻ ആവറേജ്, അതായത് റെയിൽവേയുടെ ആവറേജ്. അപ്പൊ നമ്മൾക്ക് ഒരു രാജ്യത്ത് നമ്മളുടെ ബിസിനസ് ആക്ടിവിറ്റി കൂടുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ട്രാൻസ്പോർട്ടേഷനും കൂടും. അതായത് ആളുകൾ കൂടുതൽ ആക്ടിവിറ്റി ആ ഫീൽഡിൽ നടക്കും. ആ സമയത്ത് റെയിൽവേ, ഇതാണ് റെയിൽവേയുടെ ആവറേജ്. റെയിൽവേ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ്, ജസ്റ്റ് നമ്മളുടെ 50 പോലത്തെ വേറെ ഇൻഡെക്സ്. ഇത് ഡൗ ജോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്ന US-ന്റെ ഇൻഡെക്സ്. ആ സമയത്ത് ഇത് രണ്ടും ഹാർമണിയിലായിരുന്നു. എന്താ കാരണം? ബിസിനസ് ആക്ടിവിറ്റി കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെയിൽവേക്കും ബിസിനസ് ഉണ്ടാവും, അതിന്റെ ബിസിനസ് ആക്ടിവിറ്റിയും കൂടും. അതേസമയം ഏതെങ്കിലും ബിസിനസ് ആക്ടിവിറ്റി കുറഞ്ഞ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ എഫക്ട് റെയിൽവേസ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹയർ ഹൈസ് ഹയർ ലോസ് ആണ് അപ് ട്രെൻഡിന്റെ ഡെഫിനേഷൻ. അപ്പൊ നമ്മൾ ഇത് സെയിം തന്നെ അപ് ട്രെൻഡിന്റെ ഡെഫിനേഷൻ വെച്ചിട്ട് ഈ രണ്ട് ആവറേജ് എന്ന് നമ്മൾ പറയുന്നത് ഈ രണ്ട് ഇൻഡെക്സിലും നമ്മൾ ചെക്ക് ചെയ്യും. രണ്ടും സാറ്റിസ്ഫൈ, ഡൗ തിയറി അനുസരിച്ച് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അത് അപ് ട്രെൻഡ് കൺഫേം ആവും. ഡൗ തിയറി ഈസ് ആൻ അനാലിസിസ് ദാറ്റ് എക്സ്പ്ലോർസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ആൻഡ് ആവറേജ് നമ്മൾ പറയുന്നത് ഇൻഡെക്സിനെയാണ്, Dow Jones Transportation Average. When one of these averages climbs to an intermediate high, then other is expected to follow suit within a reasonable amount of time. Next day അല്ലെങ്കിൽ ആ സെയിം ടൈമിൽ ആവണം എന്നില്ല, അത് sooner or later it will do the same.
അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ പോകും. ഇപ്പൊ കണ്ടിന്യൂസ് ഒരു അപ് ട്രെൻഡിന് ശേഷം ഹയർ ഹൈസിന് പോകുന്നതിന് ശേഷം അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ലോവർ ഹൈസ് ആവും. ഏതെങ്കിലും ആവറേജ് അത് ബ്രേക്ക് ചെയ്യും. ഇപ്പൊ നെക്സ്റ്റ് ആവറേജ് ഇപ്പോ ഡൗ ജോൺസ് ട്രാൻസ്പോർട്ടേഷൻ ആവറേജ്, റെയിൽവേയുടെ ആവറേജ് ആണ് ആദ്യം ആ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സൂണർ ഓർ ലേറ്റർ ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജും അതും സെയിം തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ഇതൊക്കെ സീരീസ് ഓഫ് ഹയർ ഹൈസ് ആണ്. ഇത് നമ്മുടെ ഇന്ത്യയിൽ നോക്കുമ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടെണ്ണത്തിനെ പറയാവുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി. അപ്പൊ നിഫ്റ്റി ഇവിടെ നോക്കി ഹയർ ഹൈസ്. അപ്പൊ എപ്പോഴും രണ്ടും ഏകദേശം ഒരുപോലെയാണ് പോവുക. രണ്ടും ഹയർ ഹൈസും ഹയർ ലോസും ചെയ്തുകൊണ്ടിരിക്കും, ഹയർ ഹൈസും മേക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്റ്റേജ് എത്തുമ്പോ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഹിന്റ് തരും, ഇത് സാറ്റിസ്ഫൈ ചെയ്യണില്ല, എന്തോ സംഭവിക്കാൻ പോകണമെന്നുള്ള ഹിന്റ് തരും. ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ പോയിന്റില് നിഫ്റ്റി ഹയർ ഹൈസ് ഫോം ചെയ്തു, പക്ഷെ ബാങ്ക് നിഫ്റ്റി ലോവർ ഹൈസ് ഫോം ചെയ്തു. അപ്പൊ അത് നമുക്കുള്ളൊരു ഹിന്റാണ്, കാരണം രണ്ടും ഒരു ഹാർമണിയിലല്ല. അപ്പൊ ഈ പീരീഡില് രണ്ടും ഹാർമണിയിലായിരുന്നെങ്കിലും ഒരു സ്റ്റേജ് എത്തുമ്പോ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഹിന്റ് തരും. അപ്പൊ ഇതിന് ശേഷം ഈ H3 വന്നപ്പോ എന്ത് സംഭവിച്ചു? നിഫ്റ്റിയും ഈ ബാങ്ക് നിഫ്റ്റീനെ തന്നെ ഫോളോ ചെയ്യും. കണ്ടോ, ഹയർ ഹൈസ് ആയിരുന്നു, രണ്ടും ഒരേപോലെയാണ് മൂവ് ചെയ്തത്. ഹയർ ഹൈസ് ഹയർ ലോസ്, ഹയർ ഹൈസ് ഹയർ ലോസ്. ഈ പോയിന്റിൽ വന്നപ്പോ ഇത് ലോവർ ഹൈസ്, ഇത് ഹയർ ഹൈസ്. അപ്പൊ അൾട്ടിമേറ്റ്ലി ആര് വിൻ ചെയ്ത പോലെ? നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിലാണ് സംഭവിച്ചത്. ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിനെ നിഫ്റ്റി ഫോളോ ചെയ്യുക ചെയ്ത്. അപ്പോൾ ഡൗൺ ട്രെൻഡ്, കാരണം സ്ട്രോങ് അപ് ട്രെൻഡിന് ശേഷം വരുന്ന ഒരു കറക്ഷൻ. അപ്പൊ ആ കറക്ഷൻ ഇവിടെ ഇതിൽ നിന്നാണ് നമുക്ക് കൺഫർമേഷൻ ഫസ്റ്റ് കിട്ടിയത് ബാങ്ക് നിഫ്റ്റി. അപ്പൊ നമ്മള് ഒരു കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം. നിഫ്റ്റിയിലും അത് തന്നെ സംഭവിക്കുന്നു. അപ്പൊ ഇവിടെ നിഫ്റ്റിയിലും അത് തന്നെ സംഭവിച്ചു. ഇപ്പൊ ഇതാണ് ഡൗ തിയറി എന്ന് പറയുന്നത്. ഡൗ തിയറി എന്ന് പറയുമ്പോൾ രണ്ട് ഇൻഡെക്സും ഒരേപോലെ മൂവ് ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ട്രെൻഡ് ഈസ് നോട്ട് കറക്റ്റ്. അപ്പൊ ഇതാണ് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യണം മെയിൻ ഇൻഡെക്സുകൾ രണ്ടും ഒരേപോലെയാണ് മൂവ് ചെയ്യണം. ചില സമയത്ത് നമ്മൾക്ക് ബാങ്ക് നിഫ്റ്റി അല്ലാതെ മറ്റേതെങ്കിലും ആവറേജ് ആണ് യൂസ് ചെയ്യുന്നത്, IT ഇൻഡെക്സ് ആവാം, ഏതെങ്കിലും ഇൻഡെക്സ് ആവാം. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് കൺഫേം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 100 years ഓൾഡ് തിയറി ആണെങ്കിൽ ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യണ ഒരു തിയറിയാണ്. ഇത് തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഡൗ തിയറി പോലെ തന്നെ ഒരു സെക്ടറിലുള്ള 2-3 സ്റ്റോക്കുകൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഒരു സെക്ടറിലുള്ള 2-3 മെയിൻ സ്റ്റോക്കുകൾ ഇതുപോലെ ഹയർ ഹൈസ് ഫോം ചെയ്ത് ഓട്ടോമാറ്റിക്കലി മറ്റുള്ള സ്റ്റോക്കുകൾ ഹയർ ഹൈസ് ഫോം ചെയ്യും. അപ്പൊ അത് നമ്മളുടെ ഒരു പ്രഡിക്ഷൻ മെത്തേഡാണ്. പ്രഡിക്ഷൻ വെച്ചിട്ട് അപ്പൊ ഈ പല ഇൻഡെക്സുകളിലെ മെയിൻ ലീഡേഴ്സ് ഹയർ ഹൈസ് അല്ലെങ്കിൽ ലോവർ ഹൈസ് അക്കോർഡിംഗ് ടു ദ ട്രെൻഡ്. അപ് ട്രെൻഡ് ആണെങ്കിൽ ഹയർ ഹൈസ് ആണ്. ഒരു സ്ട്രോങ് ഡൗൺ ട്രെൻഡിന് ശേഷം ഏതെങ്കിലും മെയിൻ ലീഡേഴ്സ്, ഇപ്പോ എന്താ പറയാ ബാങ്കുകൾ, SBIയോ അല്ലെങ്കിൽ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, അങ്ങനത്തെ ബാങ്കുകൾ നമുക്ക് ആദ്യം തന്നെ ഹിന്റ് തരും. ഹയർ ഹൈസ് ഹയർ ലോസ്, ഫസ്റ്റ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഫോം ചെയ്ത് തരും. അതിനുശേഷം അപ്പൊ നമ്മൾക്ക് മനസ്സിലായി 2-3 പേര് അങ്ങനെ ചെയ്ത്, 2-3 ലീഡേഴ്സ് അങ്ങനെ ചെയ്ത സൂണർ ഓർ ലേറ്റർ അത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇത് തന്നെ ഫോളോ ചെയ്യും. അപ്പൊ ഇത് ഡൗ തിയറിയിൽ നമ്മൾ പറയണത് ഡൗ ജോൺസിന്റെ മെയിൻ ആവറേജും ട്രാൻസ്പോർട്ടേഷൻ ആവറേജും വെച്ച് ചെയ്ത കാര്യം നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് മിഡ് ക്യാപ്പുകളിൽ 2 സ്റ്റോക്കുകൾ അവർ ചെയ്ത് വെച്ചേക്കാം. മിഡ് ക്യാപ്പിലെ ലീഡേഴ്സ് 1-2 ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ മിഡ് ക്യാപ്പിലെ മറ്റുള്ള സ്റ്റോക്കുകൾ ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മള് പലതിലും അപ്ലൈ ചെയ്ത് നമ്മുടേതായ ഒരു സ്പെക്കുലേഷൻ, ഒരു കാൽക്കുലേഷൻ അതൊക്കെ ചെയ്യാം. അതാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് റിയൽ വിൻ ചെയ്യാനുള്ളത്. ജസ്റ്റ് ഒരു തിയറി പഠിച്ചുകൊണ്ട് മാത്രമല്ല, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾക്ക് ഒരുപാട് നാളിതിൽ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കുറെ ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ അത് അപ്ലൈ ചെയ്തിട്ട് സക്സസ് ആവും.
ഓട്ടോമാറ്റിക്കലി. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് മേക്സ് മെൻ പെർഫെക്റ്റ് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. ഉണ്ടോ ഇവിടെ ഡൗൺ ട്രെൻഡ് ഇത് കണ്ട ഇവിടെ സീരീസ് ഓഫ് ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. ഈ പോയിന്റിൽ നമുക്ക് ഹയർ ഹൈസ് കിട്ടും കണ്ട. ആഫ്റ്റർ സീരീസ് ഓഫ് ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്, അതായത് സ്ട്രോങ് ഡൗൺ ട്രെൻഡിന് ശേഷം നമ്മൾക്ക് ഇത് അപ് ട്രെൻഡ് ആണെന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇപ്പോൾ ഈ പോയിന്റ് കണ്ടോ, ഇതായിരുന്നു ഫസ്റ്റ് ലോ, ലോവസ്റ്റ് ലോ, ഇത് സെക്കൻഡ് ലോ. ഈ പോയിന്റിൽ നമുക്ക് എന്ത് കൺഫേം ആയി? ഹയസ്റ്റ് ലോ ആണെന്നുള്ളത് കൺഫേം ആയി, അതായത് ലോ 1 ലോ 2. പക്ഷെ ഈ പോയിന്റ് ആണ് ഫസ്റ്റ് ഹൈ. എന്താ ഈ ട്രെൻഡിന് ഡൗൺ ട്രെൻഡിന് ശേഷം ഫസ്റ്റ് ഹൈ ഫോം ചെയ്തു. നെക്സ്റ്റ് അപ് ട്രെൻഡിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ ഹയർ ഹൈസും കൂടി ആവുള്ളൂ. നമ്മൾ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഈ പോയിന്റ് ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ച് ബൗൺസ് ചെയ്തപ്പോ ഹയർ ലോസ് ആയി. ഈ പോയിന്റ് ക്രോസ് ചെയ്തപ്പോ ഈ ഹൈ ബ്രേക്ക് ചെയ്തു, അപ്പൊ ഹയർ ഹൈസും. അപ്പൊ ഈ പോയിന്റിൽ നമുക്ക് ഹയർ ലോസ് ആൻഡ് ഹയർ ഇവിടെ വെച്ചിട്ട് ബുൾ ട്രെൻഡ് കണ്ടു. ഇവിടെ വെച്ചിട്ട് ഇവിടെ നോക്കി, ഇത് ആഫ്റ്റർ സീരീസ് ഓഫ് അപ് ട്രെൻഡ്. അപ് ട്രെൻഡിന് ശേഷം ഡൗൺ ട്രെൻഡ് ആണ് നമ്മൾ കൺഫേം ചെയ്യാൻ നോക്കും. ഇവിടെ നോക്കി, ഇവിടെ ഹയർ ഹൈസ് ഹയർ ലോസ്. ഈ പോയിന്റിൽ എന്ത് സംഭവിച്ചു? ഫസ്റ്റ് ലോവർ ഹൈ വന്നു, ഫസ്റ്റ് ലോവർ ഹൈ വന്നു കണ്ടു. അത് കഴിഞ്ഞ് ഇത് ഫസ്റ്റ് ലോ ആണ്, ഫസ്റ്റ് ലോ ഈ സീരീസിലത്തെ ഫസ്റ്റ് ലോ ആണ്. പക്ഷെ ഇവിടെ രണ്ട് ഹൈ ആയി കഴിഞ്ഞു, കാരണം ലോവർ ഹൈ ഓൾറെഡി ഫോം ചെയ്തു. പക്ഷെ ഈ ലോ നോക്കിയ ഇപ്പോഴും എബവ് പ്രീവിയസ് ലോ. ഇവിടെ നമുക്ക് ഹയർ ലോയും ലോവർ ഹൈസും ആയി ഈ പോയിന്റിൽ ലോവർ ഹൈസ് ആൻഡ് ഹയർ ലോസ്. പക്ഷെ നമുക്ക് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഡൗൺ ട്രെൻഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പോയിന്റ് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. അപ്പൊ നമുക്ക് എന്തായാലും ലോവർ ഹൈസ് ലോവർ ലോസ്. അപ്പൊ നമുക്ക് ഡൗൺ ട്രെൻഡ് കൺഫേം. അപ്പൊ ഇതുപോലെ തന്നെയാണ് എപ്പോഴും നമ്മൾക്ക് ആ ഒരു ഫസ്റ്റ് കണ്ടീഷൻ ആദ്യം തന്നെ സംഭവിക്കും. അപ്പോൾ ഇവിടെ ലോവർ ഹൈസ് ലോവർ ലോസ്, ഇവിടെ ഫസ്റ്റ് വന്നപ്പോൾ ഈ പോയിന്റിന് ഫസ്റ്റ് ഹൈ വന്നു. ആ സമയം ഈ ഇവിടെ വരുമ്പോഴാണ് അത് സെക്കൻഡ് ഹൈയിലേക്ക് വരുന്നത്. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ചെറിയൊരു ഹിന്റ് കിട്ടി. അതായത് ഈ പോയിന്റിൽ നിന്ന് ബൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഹയർ ലോസ് ഫോം ചെയ്യാൻ പോണെന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെയാണ് കൺഫർമേഷൻ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ അപ് ട്രെൻഡിന്റെ അല്ലെങ്കിൽ ബുൾ ട്രെൻഡിന്റെ ഡെഫിനേഷനും ഡൗൺ ട്രെൻഡിന്റെ അല്ലെങ്കിൽ ബെയർ ട്രെൻഡിന്റെ ഡെഫിനേഷൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞേ ഡൗ തിയറി എന്ന് പറയുമ്പോ ഡൗ തിയറിയിൽ നമ്മൾ പറയണത് വേറൊരു ആസ്പെക്ട് എന്താന്ന് വെച്ചാല് മാർക്കറ്റ് ഹയർ ഹൈസ് പോകുന്നു. ഇതാണ് മെയിൻ മൂവ് കണ്ടോ, ഇതില് മെയിൻ മൂവ്. ആ മെയിൻ മൂവിനെ പറയണ പേരാണ് പ്രൈമറി ട്രെൻഡ്. ഇത് സെക്കൻഡറി ട്രെൻഡ്. സെക്കൻഡറി ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ? ഓപ്പോസിറ്റ് ടു പ്രൈമറി. അപ്പൊ മെയിൻ മൂവ് ആണ് പ്രൈമറി, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്ന ജസ്റ്റ് 1/3 അല്ലെങ്കിൽ 2/3 ഒക്കെ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ ഈ സെക്കൻഡറിക്ക് കണ്ടോ. ഇത് മെയിൻ മൂവ്. മെയിൻ മൂവിന്റെ ഒരു 1/3 1/4 ഒക്കെയാണ് ഇത്. ഇതിന് റീട്രേസ്മെന്റ് എന്ന് പറയും. റീട്രേസ്മെന്റ് എന്ന് വെച്ചാല് ആ പോയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാന്നുള്ളതാണ്. അപ്പോ ഡൗ തിയറിയിൽ അനുസരിച്ചിട്ട് there are 3 trends എന്നാണ് പറയുന്നത്. Primary trend is the main direction in which market is moving. Secondary trend moves in opposite direction of the primary trend. അതായത് correction to the primary trend. ആ സെക്കൻഡറി ട്രെൻഡിലുള്ള ചെറിയ ചെറിയ ഫ്ലക്ച്വേഷനെ പറയുന്ന പേരാണ് മൈനർ ട്രെൻഡ്. Primary trend is the largest move and secondary trend in the reaction that interrupts progress of primary direction. Normally retraces 1/3. 1/3 എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇവിടെ 101 to 200 എന്ന് നോക്കി. അപ്പൊ ഈ മൂവ്മെന്റ് എത്ര? L2 തുടങ്ങി H3 വരെ, അതായത് 101, അതായത് 100 തുടങ്ങി ഇവിടെ 100 തുടങ്ങി 200 വരെയാണ് ഈ മൂവ്മെന്റ്.
ഈ മൂവ് 100 പോയിന്റ്സ്. ഈ 100 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ 1/3 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ജസ്റ്റ് 33. അപ്പൊ 33 എന്ന് പറയുമ്പോൾ 200 ഈ മൂവിന്റെ ടോട്ടൽ എടുത്ത മൂവിന്റെ ലാസ്റ്റ് ആ മെയിൻ മൂവിന്റെ 1/3 അല്ലെങ്കിൽ 2/3. അപ്പൊ 1/3 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 33. അപ്പൊ 200 മൈനസ് 33 എന്ന് പറയുമ്പോൾ 167. അപ്പൊ 167 അല്ലെങ്കിൽ 2/3 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 66. അപ്പൊ 200 മൈനസ് 66 എന്ന് പറയുമ്പോൾ 1/3. അപ്പൊ ഇത് സാധാരണ ഇങ്ങനെ വരുമ്പോൾ 1/3 അല്ലെങ്കിൽ 2/3 ഒക്കെയാണ് അക്കോർഡിംഗ് ടു ദ ഡൗ തിയറി മൂവില്ല. ഡൗ തിയറി അനുസരിച്ച് 1/3 അല്ലെങ്കിൽ 2/3 ഒക്കെയാണ് ഇത് റീട്രേസ് ചെയ്യുക. അതായത് നമ്മള് പണ്ട് ചെറിയ ക്ലാസ്സിലെ മാത്സ് പ്രോബ്ലംസ് പഠിപ്പിച്ചില്ലേ? 3 സ്റ്റെപ്സ് ഫോർവേഡ് 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ്, അല്ലെങ്കിൽ 3 സ്റ്റെപ്സ് ഫോർവേഡ് 2 സ്റ്റെപ്സ് ബാക്ക്വേർഡ്. അതാണ് സംഭവം. അപ്പൊ ഇതിനെ ഒരു 3 സ്റ്റെപ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 33 33 33. അപ്പൊ 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ 200 മൈനസ് 33. അപ്പൊ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെപ്പ് വെച്ച് പോവില്ല, എപ്പോഴും റീട്രേസ് ചെയ്യും. അതായത് ജസ്റ്റ് കറക്ഷൻ. ആളുകൾ എപ്പോഴും നമ്മൾ വാങ്ങുന്ന സംഭവത്തിന് പ്രോഫിറ്റ് ഉണ്ടായാൽ ആളുകൾ പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കും. ആ പ്രോഫിറ്റ് എടുക്കണ പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് സ്മോൾ കറക്ഷൻ. അതേസമയം ചില സമയത്ത് ആ പ്രോഫിറ്റ് ടേക്കിംഗ് ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ അത് മെയിൻ കറക്ഷൻ ആയിട്ട് മാറും. ഇതാണ് കേട്ടോ പ്രൈമറി. അപ്പൊ ഈ ഡൗൺ മൂവിൽ ഏതാണ് പ്രൈമറി മൂവ്? മെയിൻ മൂവ് ഏതാണ്? ഡൗൺ മൂവ്. ഇതിന്റെ ജസ്റ്റ് ഒരു ഫുൾ ബാക്ക്. അപ്പൊ ഇവിടെ 200 തുടങ്ങി 100 വരെയാണെങ്കിൽ 200 തുടങ്ങി 100 വരെ എന്ന് പറയുമ്പോൾ ഈ H5 തുടങ്ങി L5 വരെ 100 പോയിന്റ്സ്. 100 പോയിന്റ്സിന് ജസ്റ്റ് 1/3 ആണ് റീട്രേസ്മെന്റ് ആഡ് ചെയ്യണം. അപ്പൊ 100 പ്ലസ് 13. അപ്പൊ 130. അതല്ലെങ്കിൽ 166. അപ്രോക്സിമേറ്റ്ലി ആണ് നമ്മൾ പറയുന്നത്. അപ്പോ ഡെസിമൽ എടുത്തിട്ടില്ല. അപ്പോ ഇവിടെയാണെങ്കിൽ മൈനസ് ചെയ്യാണ് ചെയ്യുക, ഇവിടെയാണെങ്കിൽ കാരണം ഇവിടെ നിന്ന് റീട്രേസ് ചെയ്ത് മുകളിലോട്ട് പോകും, ഇവിടെ നിന്ന് താഴത്തോട്ട് കറക്റ്റ് ചെയ്യല്ലേ ചെയ്യും. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എത്ര റീട്രേസ് ചെയ്യുന്നു ആഡ് ചെയ്യും, പക്ഷെ ഈ പോയിന്റിൽ നിന്ന് എത്ര ചെയ്യണമെന്ന് നമ്മൾ മൈനസ് ചെയ്യും. ഇപ്പൊ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.